രക്തമൊക്കെ കഴുകിക്കളയാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതെ അതെ, അങ്ങനെ ഒരു ശ്രമം നടന്നിരുന്നു. അത് പ്രോസിക്യൂഷൻ അത് തെളിയിച്ചിട്ടുമുണ്ട് അന്വേഷണത്തിൽ. സാർ, ഇതിനകത്ത് ഈ കേസ് ആദ്യം FIR ഇട്ടത് താങ്കളാണ്. അതെ. ഇതിനകത്ത് ആ FIR കൂടി നേരെ നിർണായകമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനൊരു വിധിയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ആ തുടക്കം മുതൽ ഈ ദിവസം വരെ എന്താണ് മനസ്സിൽ തോന്നുന്നത്? അല്ല, ഇതിനകത്ത് ഞാൻ മാത്രമല്ല യഥാർത്ഥ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ 304 ആയതിനു ശേഷം ഷിബു സാറായിരുന്നു. സാറും ഞാനും പിന്നീട് ഈ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ അതിന് ശേഷമുള്ള എല്ലാ സമയത്തും പ്രോസിക്യൂഷനോടൊപ്പം ചേർന്നേക്കാൻ അത്രത്തോളം നന്നായിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വന്നതിൽ നന്നായിട്ടുണ്ട്. ഏറ്റവും വൈറ്റൽ എവിഡൻസ് എന്ന് പറയുന്നത് CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ അതിനോട് കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ മൊഴി, കുട്ടികളായതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് മൊഴി രണ്ടാമത് റീട്രേറ്റ് ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കോടതിയിൽ ഈ പ്രതി ആവർത്തിച്ച കാര്യങ്ങൾ തന്നെയാണോ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഈ പ്രതി പറഞ്ഞിരുന്നത്? കാരണം അത് ഭയങ്കര വൈരുദ്ധ്യവും വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ പ്രതി അറസ്റ്റ് ചെയ്യുന്നത് 9ാമത്തെ ദിവസമാണ്, 10ാമത്തെ ദിവസമാണ്. അപ്പോൾ അന്ന് പ്രതി പറഞ്ഞിരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് വണ്ടി നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പം അന്ന് ശ്രദ്ധയില്ലാതെ, അതായത് പെട്ടെന്ന് ഫോൺ എടുത്ത സമയത്തുണ്ടായ ഒരു ഇതായിട്ടാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ നമുക്ക് ഈ CCTV ദൃശ്യങ്ങളായിരുന്നു അതിൽ ഏറ്റവും വൈറ്റ് പ്രൂവ് എന്ന് പറയുന്നത്. അപകടം MACT കേസിനപ്പുറം വേറൊരു ദുരൂഹത തോന്നാൻ കാര്യം എന്താ അന്വേഷണ ഉദ്യോഗസ്ഥന്? ദുരൂഹതയല്ല, ഇത് 4ാമത്തെ ദിവസം, നമ്മൾ 3ാമത്തെ ദിവസമാണ് CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്യുന്നത്. അത് 5-ാം തീയതി ആണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സമയം എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു ആക്സിഡൻറ്റ് കേസായിട്ട് തന്നെയാണ് ആദ്യം നിന്നത്. പിന്നീട് ഈ CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്യുമ്പോഴാണ് അതിനകത്ത് ഒരു മെറ്റിക്കുലസ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയാണ് അത് 302, അപ്പോഴും എനിമിറ്റി ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് 304 ആക്കി മാറ്റിയത്. തീർച്ചയായും പ്രോസിക്യൂഷൻ, പ്രത്യേകിച്ച് വിനീത് സാറിൻ്റെ എഫേർട്ടാണ് ഇതിനകത്തൊരു നിർണായകമാണ്. അതോടൊപ്പം നമ്മുടെ ഇതിന് സപ്പോർട്ട് തന്ന നമ്മുടെ ഓഫീസർമാരുണ്ട്. SP മാഡം, ശില്പ മാഡം, അതുപോലെ DVSP ഷിബു സാറ്, പിന്നെ മെയിൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഷിബു സാറാണ്, CA ഷിബു സാറാണ്. സാർ എത്തുന്നത് കുട്ടിയുടെ പിതാവ് പറഞ്ഞത് വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ല, പക്ഷേ സമൂഹത്തിലൊരു മാതൃകയാണ്. ഒരുപക്ഷെ ഇതിനപ്പുറത്തേക്കൊരു വിധി ആയിരുന്നിരിക്കാം കുടുംബം പ്രതീക്ഷിച്ചിരുന്നത്, അല്ലേ? തീർച്ചയായും ആയിരിക്കാം, അദ്ദേഹത്തിനോട്. പക്ഷേ എന്നാലും ഒരു പ്രോസിക്യൂഷൻ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വിധിയിൽ സാറ്റിസ്ഫൈഡ് ആണ്.